കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ പാർപ്പിട മേഖലയ്ക്ക് മുൻഗണന നൽകി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന അവതരിപ്പിച്ചു. മുൻ നീക്കിയിരിപ്പും വരവും കൂടി ആകെ 164,96,97,749 രൂപ വരവും 162,52,52,63,000 രൂപ ചെലവും മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കായി 14 കോടി രൂപയും നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാനായി 2,03,00,000 രൂപയും വകയിരുത്തി. ട്രാൻസ്ജെൻഡർ പദവി പഠനത്തിനായി 4 ലക്ഷം രൂപ നീക്കിവെച്ചു. പട്ടികജാതി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി 6,65,00,000 രൂപയും പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി 5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. നെറ്റ് സീറോ കാർബൺ പദ്ധതി നടപ്പിലാക്കുന്നതിന് 10 ലക്ഷം രൂപ നീക്കിവെച്ചു. ആറളം ഫാം ബ്ലോക്ക് 55 വിയറ്റ്നാം നഗറുകളെ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം നിർമ്മാണത്തിന് 10 ലക്ഷം രൂപയും ഫാമിൽ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് 50 ലക്ഷം രൂപയും നീക്കിവെച്ചതായും വൈസ് പ്രസിഡന്റ് ടി ഷബ്ന ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കാലിത്തീറ്റ സബ്സിഡി നൽകുന്നതിന് 1 കോടി രൂപ വിലയിരുത്തുന്നു. സ്കൂൾ പൗൾട്രി ക്ലബ്ബ് ഗ്രാമപഞ്ചായത്തുകൾക്ക് സംയുക്ത പ്രൊജക്ട് നടപ്പിലാക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് വിഹിതമായി 13 ലക്ഷം രൂപ വകയിരുത്തുന്നു. JLG, SHG ഗ്രൂപ്പുകൾക്ക് ഡയറി ഫാം യൂണിറ്റ് അനുവദിക്കുന്നതിന് 20 ലക്ഷം രൂപയും ക്ഷീര സംഘങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട് അനുവദിക്കുന്നതിന് 20 ലക്ഷം രൂപയും വകയിരുത്തുന്നു. ഇങ്ങനെ ക്ഷീരോത്പാദന മേഖലയിൽ 2.53 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യബന്ധന മേഖലയിൽ വിവിധ പദ്ധതികളിലായിട്ട് 30 ലക്ഷം രൂപയും പാലക്കോട് ഫിഷിംഗ് ഹാർബറിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഡ്രഡ്ജിങ്ങിനുമായിട്ട് 30 ലക്ഷം രൂപയും വകയിരുത്തുന്നു. ഇങ്ങനെ മത്സ്യബന്ധന മേഖലയിൽ ആകെ 60 ലക്ഷം രൂപ വകയിരുത്തുന്നു. ABC കേന്ദ്രത്തിന്റെ